Hello students, welcome back to Defense for Malayalam. അപ്പോൾ നമ്മൾ NDA 1 2025 ന്റെ മാത്സ് പേപ്പർ സൊല്യൂഷൻ കണ്ടിന്യൂ ചെയ്യാണ്. The next question is consider the following for the two items that follow. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Let f of x is equal to x cube when x square less than 1. x square less than 1 ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ ഫംഗ്ഷൻ x cube ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ is x square when x square is greater than or equal to 1. ഇവിടെ തന്നിട്ടുള്ളത് ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ്. രണ്ട് പീസ് ഉണ്ട് അല്ലേ ഇതിന്? ഒരെണ്ണം എക്സ് ക്യൂബും ഒരെണ്ണം എക്സ് സ്ക്വയറും. എപ്പോഴാണ് എക്സ് ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആവുമ്പോൾ. എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും. എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇപ്പോൾ തന്നിട്ടുള്ളത് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ആണ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ എക്സിനെ കുറിച്ച് നമുക്ക് ഇവിടെ എന്ത് പറയാം? എക്സ് വിൽ ബി എക്സ് എങ്ങനെയായിരിക്കും? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയാം. എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇങ്ങനെ എടുക്കാം, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇനി എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ മീനിങ്. ഒന്നുമില്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, 79th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു? എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ആണ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഞാൻ ഇവിടെ സൈഡിലൊന്ന് എഴുതാണ്. ഫംഗ്ഷൻ തന്നിട്ടുള്ളത് ഒരെണ്ണം എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ എടുത്തത്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. പിന്നെ ഒരെണ്ണം എക്സ് സ്ക്വയർ ആയിരുന്നു. ആ ടൈമിൽ നമ്മൾ വാല്യൂ എടുത്തിരിക്കുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ്, എക്സ് ടെൻസ് ടു 0 ആണ്. 0ൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏത് ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കേണ്ടത്? 0 ഇവിടെ ഏതിലാണ് വരിക? ഇതിൽ ഏത് ലിമിറ്റിലാണ് 0 വരിക? എക്സ് ലെസ് ദാൻ 0 അല്ലേ? 0 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 വാല്യൂ ആണ്, അതായത് ഇവിടെ ആയിരിക്കും അത് വരിക. അപ്പം നമ്മൾ ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടത് ഏതാ? എക്സ് ക്യൂബ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷനാണ് എടുക്കേണ്ടത്? എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ. കാരണം എക്സ് ടെൻസ് ടു 0 വരുന്നത് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ എടുത്തു. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞത്, ഇത് എഫ് ഓഫ് എക്സ് ആ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? ദാറ്റ് ഇസ് 3x² അല്ല, എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x² എന്ന് കിട്ടും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എക്സ് ടെൻസ് ടു 0, സോ 3 × 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ആൻസർ എന്താണ്? 0 ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി അതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോ, ദ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ ഡിഫറൻഷ്യബിൾ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏതാണ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ, ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -1നേക്കാളും ചെറിയ വാല്യൂ എക്സ് ഷുഡ് ബി ലെസ് ദാൻ -1. എക്സ് ലെസ് ദാൻ -1 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കുക? നമ്മുടെ ഫംഗ്ഷൻസിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ഇട്ട് വെച്ചിട്ടില്ലേ? അപ്പോൾ അതിൽ ഏതാ നമ്മൾ എടുക്കുക? എക്സ് ലെസ് ദാൻ -1 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഏതായിരിക്കും? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നുള്ള കാറ്റഗറിയിൽ നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആരെ എടുക്കാം? അവിടെ ഫംഗ്ഷനെ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. എന്നിട്ട് എക്സ് സ്ക്വയറിന് ഈ -1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എക്സിന് -1 കൊടുക്കുമ്പോൾ -1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ് കിട്ടിയത്. ഓക്കെ, ഇതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ, -1നേക്കാളും ചെറിയ വാല്യൂ. അടുത്തത് -1നേക്കാളും കുറച്ച് വലിയ വാല്യൂ ആണ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -1. എക്സ് ഗ്രേറ്റർ ദാൻ -1 എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഏതിൽ കൊണ്ടുപോയി എടുക്കും? എക്സ് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ -1 ആവുക? നോക്കിയേ, ആ കണ്ടീഷൻ എവിടെയാ? ഇത് -1 ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നു. ഇതിനെ നേരെ തിരിച്ചെഴുതി നോക്കിയേ, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -1.
ആ സമയത്ത് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ ആയിട്ടുള്ള എക്സ് ക്യൂബിനെയാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എടുക്കുന്നത്. അതിന് നമ്മൾ എക്സിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1 ക്യൂബ് ഇസ് -1 ആണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടിയത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് -1ഉം ആണ്. സോ ദേ ആർ നോട്ട് ഈക്വൽ, ദെയർഫോർ നോട്ട് കണ്ടിന്യൂസ്. ഇത് കണ്ടിന്യൂസ് അല്ല. എവിടെ കണ്ടിന്യൂസ് അല്ലാത്ത? അറ്റ് എക്സ് ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് അല്ല. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നാ. അപ്പോൾ എന്താണ്? ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തു, അത് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇനി ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഡെറിവേറ്റീവ് എടുക്കണം. നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുത്തില്ലേ? ഇനിയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടുത്തെ പോയിന്റ് നോക്കിയേ, അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമുക്ക് എന്ത് നോക്കേണ്ടത്? ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആരൊക്കെ പോകുന്നത്? <1. എക്സ് ഇസ് <1 എന്നുള്ള കേസ്. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കേണ്ടത്? എക്സ് <1 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആണ്. ഇവിടെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആരാ? 3x². ഇനി 3x²ൽ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 3 × 1² ദാറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആണ്, വിച്ച് ഇസ് എക്സ് ഇസ് <1. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആണ്, വിച്ച് മീൻസ് എക്സ് ഇസ് >1 അല്ലേ? എക്സ് >1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ x² ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x²നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x, എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 1 2 ആണ്. ഒരെണ്ണം 3ഉം ഒരെണ്ണം 2 ആണ്. സോ ദേ ആർ നോട്ട് ഈക്വൽ. ദെയർഫോർ എന്താണ്? ഇത് ഡിഫറൻഷ്യബിളും അല്ല. ഇതെന്താണ്? ദിസ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്നത്, പക്ഷേ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. സോ ദ ഓപ്ഷൻ ഇസ് നൈദർ 1 nor 2. ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നൈദർ 1 nor 2. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഫോർ ദ 2 items that follow. Let the function y is equal to 1 minus cos x inverse where x is not equal to 2n pi and n is an integer. ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 minus cos x inverse, അതായത് raised to -1. ആ പറയുന്ന ഫംഗ്ഷനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്ന 2 ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ? ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? അതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 0 ∞, 0.5 ∞, 1 ∞, -∞, 0.5. അപ്പോൾ നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ആദ്യം എഴുതണം. y ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ഇൻവേഴ്സ്. ഈ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻവേഴ്സിന് എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എക്സ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് പോയി കിട്ടും. നമ്മൾ ഇതുപോലെ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ y ഈക്വൽ ടു 1 ബൈ 1 മൈനസ് കോസ് എക്സ്. ഇനി കോസ് എക്സിൻ്റെ റേഞ്ച് എന്താ? അത് നമുക്കറിയാം. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് കോസ് എക്സിൻ്റെ റേഞ്ച്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ഈ ഒരു ടേം ഇതിൻ്റെ മിഡിലിൽ ഈ ഒരു ടേം വരുത്തണം. അപ്പോൾ എന്തൊക്കെ ചെയ്യാം? നമുക്ക് 1 മൈനസ് കോസ് എക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വെറും കോസ് എക്സേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു 1 മൈനസ് നമുക്ക് എല്ലായിടത്തും കൊടുക്കാം. ഓക്കെ, ഒരു 1 നമ്മൾ മൈനസ് ചെയ്യുന്നു എല്ലായിടത്തും. അപ്പോൾ 1 മൈനസ് ഓഫ് -1 ദാറ്റ് ഈസ് 1 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 0 ആണ്. ഇതെന്തായിരിക്കും? 1 + 1 is 2. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി 1 മൈനസ് കോസ് എക്സ് കിട്ടി. ഇനി 1/. സോ നമ്മൾ എല്ലായിടത്തും 1/. എടുക്കണം. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/1 മൈനസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/0. ഇപ്പോൾ നോക്കിയേ, 1/2 നമ്മുടെ ഓപ്ഷൻസിൽ 1/2 ഉണ്ടോ? 0.5 ഉണ്ട്. അപ്പോൾ നമുക്കതിന് ഡെസിമലിൽ എടുക്കാം. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സോ 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ 1/1 മൈനസ് കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/0 എന്താ? 1/0 ഇസ് ഇൻഫിനിറ്റി അല്ലേ? 1/0 ഇൻഫിനിറ്റി ആണ്. സോ റേഞ്ച് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കാരണം ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് 0.5 ടു ഇൻഫിനിറ്റി. ഏതാണ് ആ ഓപ്ഷൻ? 0.5 ടു ഇൻഫിനിറ്റി. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇന്റഗ്രൽ y dx ഈക്വൽ ടു? ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. y dx കൂടിയും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം.
അപ്പോൾ നമുക്ക് ചെയ്യാം. y ആരായിരുന്നു? y is 1 minus cos x whole inverse അല്ലേ? നമ്മളപ്പോൾ yനെ മാറ്റിയിട്ട് 1/1 minus cos x എന്നാക്കി. ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഈ yനെയാണ്. ഇൻ്റഗ്രൽ y dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/1 minus cos x dx. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമുക്ക് ഈ 1 minus cos x ഒന്ന് മാറ്റി എഴുതാം. 1/1 minus cos x ൻ്റെ ഫോർമുല 2 sin square x by 2. ഓക്കെ, എന്തുകൊണ്ട് x by 2 എടുത്തതെന്ന് അറിയോ? ഇവിടെ എല്ലാത്തിലും നോക്കിയേ x/2 എന്നുണ്ട് നമ്മുടെ ഓപ്ഷൻസിൽ. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് x/2 വരുന്ന 1 മൈനസ് കോസ് എക്സിൻ്റെ ഇക്വേഷൻ എടുത്തു. സോ 1/2 sin square x by 2 into dx this is equal to 1/2 നെ നമുക്ക് പുറത്തെടുക്കാം. 1/2 ഇൻ്റഗ്രൽ എന്താണ് 1/sin square? 1/sin is cosec. So 1/sin square is cosec square x by 2. Cosec square x by 2 into dx. ഇനി cosec സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താ? cosec സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ cosec സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ആണ്. സോ ഇതിന് നമുക്ക് മൈനസ് കോട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ x/2 ആണ്. x/2 പിന്നെ x/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബൈ 1/2 എന്നും കൂടി വരും. സോ ദിസ് ഇസ് ദ ആൻസർ. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1/2 ഇൻറ്റു ഈ 1/2 നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. ഇൻറ്റു 2/2 ഇൻറ്റു മൈനസ് കോട്ട് x/2. 2 2 cancel ആയി. So minus cot x by 2 is the answer. Option B. Minus cot x by 2 plus C ആണ് നമ്മുടെ right answer. Next question. Consider the following for the two items that follow. Let the function f of x is equal to sin x where this is a greatest integer function. ഈ sin x എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഈ x എന്ന് പറയുന്നത് greatest integer function ആണ്. And g of x is equal to mod x. അങ്ങനെയാണെങ്കിൽ what is limit x tends to 0 f of x into g of x equal to? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലിമിറ്റ് x tends to 0 f of x എന്ന് പറയുമ്പോൾ sin x ഇൻറ്റിജർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. ആൻഡ് g of x is mod x. അപ്പോൾ നമ്മൾ x tends to 0 ആണ്. സൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0. 0ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാണ്? 0 തന്നെയാണ്. മോഡുലസ് ഓഫ് 0 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. സോ ദ ആൻസർ ഇസ് 0. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. Next question, what is limit x tends to 0 f of x by g of x equal to? f of x by g of x എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസ് ഒന്ന് എഴുതാം. f of x എന്ന് പറയുന്നത് സൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആൻഡ് g of x എന്ന് പറയുന്നത് നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ ആണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലിമിറ്റ് x tends to 0 f of x by g of x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് f of x by g of x എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് സൈൻ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ബൈ മോഡ് എക്സ് ആണ്. നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ 0/0 വരും. ദെർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇവിടെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ഇനി ഇതൊന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതൊന്നും കൂടി കൺഫേം ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുകയാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ 0നേക്കാളും ചെറിയൊരു നമ്പർ, ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെറിയൊരു നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് വെച്ചിട്ട് എടുക്കാം. എന്തായാലും 0നേക്കാളും ചെറിയ നമ്പർ എന്തായിരിക്കും? നെഗറ്റീവ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് മൈനസ് എച്ച് എന്ന് എടുക്കാം. ഓക്കെ, സൈൻ ഓഫ് മൈനസ് എച്ച് ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് മൈനസ് എച്ച്. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും വരിക? നമ്മൾ 0നേക്കാളും ചെറിയൊരു വാല്യൂ ഇവിടെ എടുത്തു. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എത്രയായിരിക്കും? -1 ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്തായിരിക്കും? -1 ആണ്. സോ സൈൻ ഓഫ് -1/h എന്ന് പറയാം. ഇനി നമ്മൾ ഇതിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -sin1/0. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുന്നത്. ഇനി അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ 0നേക്കാളും വലിയൊരു വാല്യൂ എടുക്കാം. ഓക്കെ, 0നേക്കാളും കുറച്ച് വലിയൊരു വാല്യൂ എടുക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് +h/h എന്തായിരിക്കും? സൈൻ ഓഫ് എച്ച്, അതായത് 0നേക്കാളും കുറച്ച് വലിയ നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതായിരിക്കും? ദാറ്റ് ഈസ് 0 അല്ലേ? തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ആണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ കൺസിഡർ ചെയ്യുക. സോ ദിസ് ഇസ് 0/h. അപ്പോൾ 0/h അതായത് സൈൻ 0/h എന്ന് പറയാം. നമ്മൾ എച്ചിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0/0 മൈനസ് സൈൻ 1/0യും സൈൻ 0/0യും ഈക്വൽ ആണോ? അല്ല. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. So option D is the answer. Limit does not exist.